ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ സഫലമാക്കി പട്ടാമ്പി ലയൺസ് ക്ലബ്. വിമാനത്തിലും വന്ദേ ഭാരത് ട്രെയിനിലും യാത്ര ചെയ്യണമെന്ന PTM യത്തീംഖാന സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആഗ്രഹമാണ് പട്ടാമ്പി ലയൺസ് ക്ലബ് സഫലമാക്കിയത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വിമാനയാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്. വിളയൂർ PTM യത്തീംഖാന സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്വപ്നം ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെയാണ് ലയൺസ് ക്ലബ് നിറവേറ്റിയത്. വിമാനയാത്രയ്ക്കൊപ്പം വന്ദേ ഭാരത് ട്രെയിനിലും യാത്ര ചെയ്യണമെന്ന കുട്ടികളുടെ ആഗ്രഹവും ലയൺസ് ക്ലബ് സഫലമാക്കി. 15ഓളം വിദ്യാർത്ഥികളാണ് യാത്രയിൽ പങ്കെടുത്തത്. ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധർമ്മ ഇർഷാദ്, പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ്, ടൂർ കോർഡിനേറ്റർ K ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം കൊടുത്ത യാത്രയുടെ ഫ്ളാഗ് ഓഫ് പട്ടാമ്പി ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് R രഞ്ജീവ് പട്ടാമ്പി ലയൺസ് ഭവന് മുൻപിൽ നിർവഹിച്ചു. ബുധനാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. ഇൻഡിഗോ വിമാന അധികൃതർ ആവേശകരമായ സ്വീകരണമാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ച്, നിയമസഭാ മന്ദിരം, സുവോളജിക്കൽ പാർക്ക്, സ്നേക്ക് പാർക്ക്, ആർട്ട് ഗാലറി എന്നിവ സന്ദർശിച്ച് വൈകുന്നേരം വന്ദേ ഭാരത് ട്രെയിനിൽ ഷൊർണൂരിലേക്ക്. യാത്ര വളരെയധികം ആസ്വദിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ, സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ, അനൂപ് കൃഷ്ണൻ, സൗമ്യ സരിൻ തുടങ്ങി രാഷ്ട്രീയ, സിനിമ, സാമൂഹിക രംഗത്തെ പ്രമുഖർ സമൂഹ മാധ്യമങ്ങളിലൂടെ കുട്ടികൾക്ക് ആശംസകളുമായി എത്തിയിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ചങ്ങനങ്കാട്ടിൽ, പട്ടാമ്പി BRCയിലെ സിന്ധു ON എന്നിവർ യാത്രയിൽ കുട്ടികളെ അനുഗമിച്ചിരുന്നു. PTM സ്കൂളിലെ റിസോഴ്സ് അധ്യാപികയാണ് ഞാൻ. പേര് സിന്ധു. എൻ്റെ സ്കൂളിൽ നിന്നും ഞാൻ സാധാരണ കുട്ടികളായിട്ട് ടൂറ് പോകാറുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്രിപ്പ് ഭിന്നശേഷി കുട്ടികളായിട്ട് ടൂറ് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് കുട്ടികൾ ഒരു ആകാശയാത്രയെക്കുറിച്ചൊരു അനുഭവം പോകണമെന്നൊരു ആവശ്യമായിട്ട് പറയുകയും അത് നടപ്പിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ തന്നെയാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നു എന്നതുകൊണ്ട് എങ്ങനെ സാധിക്കുമെന്നറിയാതെ ഇരുന്നു. പക്ഷെ പിന്നീട് അതിനുള്ളൊരു ശ്രമം നടത്തുകയും 318D സോൺ ലയൺസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറായ ടോണി ഈനുക്കാരൻ എന്ന വ്യക്തിയുമായി സംസാരിച്ച് അദ്ദേഹം അത് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ഒരു ലയൺസ് ക്ലബിൻ്റെ ജില്ലാതല കന്നഡ വിതരണത്തോടനുബന്ധിച്ച് അദ്ദേഹം എത്തുകയും അദ്ദേഹം അവിടെ വെച്ചത് ഈ കുട്ടികളുടെ ആഗ്രഹം നടപ്പിലാക്കാനുള്ളൊരു സംരംഭം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അതിന് ശേഷം പിന്നീട് പട്ടാമ്പി ലയൺസ് ക്ലബിന് അത് നടപ്പിലാക്കാനുള്ള ഒരു നേതൃത്വം നൽകാൻ അവർക്ക് കൊടുക്കുകയും അവരത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ഒടുവിൽ 26-ാം തീയതി അത് നടക്കുകയും ചെയ്തു. അതിൽ കുട്ടികളും അങ്ങേയറ്റത്തോളം സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് അവരെല്ലാവരും. അവരുടെ ഒരു ചിരകാല സ്വപ്നം നടന്നു എന്നത് വളരെ യാഥാർത്ഥ്യമായി എന്നത് വളരെയേറെ സന്തോഷം നൽകുന്നു. നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെ പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് ഈ വർഷം പൂർത്തിയാക്കിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ കഴിഞ്ഞത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ശേഷം മ്യൂസിയം, വിവിധ ആർട്ട് ഗാലറികൾ, സ്നേക്ക് പാർക്സ്, അതുപോലെ അക്വേറിയം തുടങ്ങി നിയമസഭാ മന്ദിരം, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലെല്ലാം സന്ദർശിക്കാൻ സാധിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം സന്ദർശിച്ചു.